മാമ ഇനി ആക്റ്റീവ് ആയിരിക്കോടാ നമ്മുടെ വള്ളി ടീംസില്. വള്ളി ടീംസില് വള്ളിയൊക്കെ പിടിക്കാൻ ആൾക്കാർ വേണ്ടടാ. എല്ലാരും പ്രായമായ വരുമല്ലേടാ മാമ. നമ്മള് മാമ നീ ആക്റ്റീവ് ആവുന്നതിനും നീ ഇപ്പൊ ഇനാക്റ്റീവ് ആയിട്ട് 2 വർഷം കഴിഞ്ഞു മാമ. 2 വയസ്സ് കൂടി എനിക്ക്. അത് നീ മനസ്സിലാക്കണം. എനിക്ക് 2 വയസ്സ് കൂടി എനിക്ക് 2 വയസ്സ് കൂടി പറയുമ്പോ നിനക്ക് 2 വയസ്സ് കൂടി. ഏകദേശം നിനക്കൊരു 10-26 വയസ്സായി. അപ്പൊ ഒരുത്തം പറയല്ലേ ഇതാ മാമൻ. ഒരുത്തം ചോദിക്കല്ലേ മാമന്റെ ചാനലിന്റെ പേരെന്താ, മാമൻ ആരാ? അപ്പൊ കൊറേ പേരെ മാമൻ, ബോബ്, കണ്ണാപ്പി, ബോബോയ് ഇവരൊക്കെ വള്ളി ടീം പഴയ OG മെമ്പേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്തോ മറ്റേ നമ്മളൊക്കെ മറ്റേ സത്യമല്ലേ പഴയ OG മെമ്പേഴ്സ് പഴയ മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലാക്കാത്ത വള്ളി ടീംസ് OG മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമ്മള് 4 അല്ലേണോ ഉള്ളേ. പിന്നെ ആകെ ജീവയ്ക്ക് പുറത്ത് വള്ളി ടീംസിൽ ഒരാളുണ്ടെങ്കിൽ റഹ്മാനാ. അവനിപ്പം ടോക്കിന്ന് ഇറങ്ങി ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ ഇപ്പൊ. ഇല്ല സാറുണ്ട് സാറ് വട്ടം വെച്ചേ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു കോൾ വിളിക്കാണ്ട്. മോശമാണല്ലേ ഇപ്പൊ കാണിച്ചു. ഞാൻ എന്തിനു കാണിച്ചു മൈരേ? എന്തൊക്കെയാണല്ലോ അളിയാ, നമ്മളിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എല്ലാരും പൊക്കോണ്ടിരിക്കുമല്ലേ. ഞാൻ എന്തിനു ചെയ്തളിയാ? ഞാൻ ഇപ്പോഴും കൂടെ ജോണി മാമനോട് സംസാരിച്ച് വന്നേ ഉള്ളൂ. അതൊക്കെ അവര് ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കും. ഇതുപോലൊരു ചിരിയും കളിന്നാണ് എന്റെ വള്ളി ഉണ്ടായത്. അത് സത്യം. അത് എടാ പുണ്ടാമോനെ, നീ കാരണമാണ് മൊത്തം സിറ്റിയെ നശിച്ചോണ്ട്. നീയാണ് സിറ്റി നശിപ്പിച്ചത്. നീ കാരണം മാത്രം കണ്ടപ്പോ നീ കാരണമാണ് പല സിറ്റി നശിപ്പിച്ചോണം. നീയാണ് ഇല്ലാത്ത പ്രശ്നം എടുത്ത് വെച്ച് എല്ലാരും വെറുപ്പിച്ച്. ഇല്ല പറയാതിരിക്കാൻ പറയണമല്ല അത് അങ്ങനെ. നീ എന്നെ കുറിച്ച് പറയണോണ്ടല്ലോ ആണല്ലേ. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് പ്രശ്നം എടുത്ത് ഇപ്പം അതെ പോണെങ്കിൽ ജോണി മാനൊന്ന് കാണാം കേട്ടാ. പിന്നെ ഇതൊക്കെ ഒരു സ്കില്ലല്ലേ. 10 മണി അരമണിക്കൂറുള്ള കേട്ടാ. ഹലോ ഇതിന് ജോണി മാമാ എന്തായി? ഞാൻ പൈസ അല്ലേ മാമ? ഓ സെറ്റാ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് MG കേട്ടോ. MG തരാം. കടം ചോദിച്ചായിരുന്നു. വള്ളി ടീംസിന്റെ ചരിത്രത്തിൽ കടം പിടിച്ചിട്ടില്ല ആരും. ഇത് മോശമല്ലേ, ഇത് മോശം. ഇത് സരക്കണ്ണ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ മാമ. ഇല്ല സരക്കണ്ണന്റെ ഞാൻ ഇതുപോലെ ഞാനും പോവോ എന്ന് വേറൊരു ഗ്യാങ്ങിന്റെ കടം മേടിച്ചാ. അല്ല ഒരു സീനുമില്ല. ജീവിക്ക് റെപ്യൂട്ടേഷൻ ഉണ്ട്, അതാണ് നീ ഇപ്പൊ കളഞ്ഞു വിളിക്കുന്നത്. നീ ഉണ്ടല്ലേ നിന്റെ റെപ്യൂട്ടേഷൻ. അതും നീ അത് പറയില്ല റെപ്യൂട്ടേഷൻ പൈസ ഉണ്ടാക്കിട്ട് സൂപ്പർ ഇല്ല. ഞാൻ വാങ്ങിച്ചു. അത് കടമായിട്ടല്ല, വേറെ ഒന്നുമില്ല. കടം വാങ്ങുന്നു, തിരിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഞാൻ നാളെ മറ്റന്നാളെ തിരിച്ചു കൊടുക്കും. ഈ 10 ലക്ഷമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ലടാ മാമ. 10 ലക്ഷമല്ല 10 കോടി. 10 മെയിൻ കാര്യം നീ ഒന്ന് പോ. നീ മെയിൻ എടാ പുണ്ണമല്ലേ എന്റെ അതിന്ന് 5 പേരാണ്. നീയല്ലേ പറഞ്ഞ റെപ്യൂട്ടേഷൻ ഒന്ന്. അങ്ങോട്ടാ ഇത് മുതുക്കല്ലോ പോന്നെ അളിയാ. വള്ളി ടീംസിന് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലടാ മാമ. അതിന് 10 എത്ര ഉണ്ട് നിന്റെ അടുത്തൊക്കെ പൈസ ഉണ്ട് കണ്ണാപ്പി? പൈസ ഉണ്ട് സത്യം തന്നെ പറയാം. എന്റെ ബാങ്കില് 59 ലക്ഷം രൂപ, കയ്യില് 1,92,000 രൂപ വേണം. ഇപ്പൊ സ്ക്രീൻഷോട്ട് അയച്ചാൽ റണ്ണിങ് കൂടാൻ. വേണ്ട അതൊക്കെ സമയം ഇവിടെ ജോണി മാമൻ. അളിയ 10 കോടിയാണ് നമ്മൾ തരണം. ഇനി എനിക്കൊരു 10 കോടി ഒപ്പിക്കണം. ഞാൻ വില്ലുമോന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണോ സെൽഫിഷ് ആയല്ലടാ. സെൽഫിഷായി ഞാൻ സെൽഫിഷാ. നീയൊക്കെ സെൽഫിഷ് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ശരിയാണല്ലേ? ശരി അളിയാ നിന്റെ അടുത്ത് ഞാൻ പൈസ ചോദിച്ചപ്പോ
ഞാൻ പോടാൻ പോയിട്ടോ. ഇപ്പം കമ്മിറ്റ്മെന്റ് ഇല്ലടാ അല്ലേടാ? ഇല്ല ഞാനും ഇതേപോലെ ചോദിച്ചിട്ടുണ്ടോളിയാ. ഞാനും ഇതേപോലെ ചോദിച്ചിട്ട് നിങ്ങളെല്ലാരും കൊടുത്ത് എന്നെ പുറത്താക്കിയ ഒരു സമയം ഉണ്ടായിരുന്നോ? പറയാനൊക്കെ എനിക്ക് പറയണം. അളിയാ 2 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് 2 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോഴേളിയാ നമ്മള് കുഞ്ഞല്ലേളിയാ. നീയൊക്കെ പറയാ അന്ന് വലുതായിട്ട് നീയൊക്കെ കളിയാ. നമ്മള് കൊച്ചു പിള്ളേരെ തെറ്റ് കാണിക്കുമ്പോൾ നീയല്ലേ തിരുത്തണ്ടേ? നിനക്കാണ് അതിനുള്ള ബുദ്ധിയില്ല തിരുത്താനായിട്ട്. ഇപ്പൊ നീയും വളർന്നോ ഞാനും വലുത്, നമ്മള് രണ്ടുപേരും പക്വത ആയില്ലടാ മാമ. നീ ഒരു 10 കിട്ടുമ്പോ 5 വന്നൂടെ? അത് ഞാൻ ഒന്ന് പൈസ വാങ്ങിച്ചോട്ടെ അവന്റെ സംസാരിച്ചിട്ട്. അതല്ലേ 3 കോടി. ഇല്ല നമുക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാം. വെയിറ്റ് ആളെ വിളിക്കട്ടെ. അല്ല ബ്രോ ജോണി മാമ ഹലോ. ജോണി മാമ എവിടെ ഉണ്ട്? മറ്റേ MG ലോക്കർ മെയിൻ ഗാരേജിലെ ലോക്കറിന് അടുത്തുണ്ട്. ലോക്കർ എവിടെ? ലോക്കർ എവിടെ? കൊല്ലും കേട്ടോ. ഇവിടുത്തെ ലോക്കർ എവിടെയാണ്? ലോക്കർ എവിടെയാണ്? കാണാ ID 290. ഫുഡ് മേടിച്ചോട്ടെ. നേരെ ലോക്കർ. വെൽക്കം. പാട്ടിട്ടിരിക്കുന്ന ജോണി മാമ ഹായ്. സെറ്റായോ? ആളേതാ പറഞ്ഞു? ഇങ്ങോട്ടാ ലോക്കറുണ്ടോ? ഇച്ചിരി അങ്ങോട്ട് മാറി. ഇപ്പൊ ഒരാളെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴേ ആ പൈസ വേറെ ആർക്കാണ്. അത് അതുകൊണ്ടാ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കാം. അപ്പൊ വേറൊരു ഗ്യാങ്ങിന്റെ കടം മേടിച്ചിട്ട് പറഞ്ഞാളി എന്റെ തെറ്റ്. നിങ്ങൾക്ക് ഗ്യാങ് ഫണ്ടിന്റെ കാര്യത്തിൽ ഷോർട്ടേജ് അതൊക്കെ ഷോർട്ടേജാ? അല്ല എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഷോർട്ടേജ് എന്ന് പറയാറുണ്ട്. എത്ര മാമന്റെ? 398. മാമനില്ലേ മാമൻ ചെന്ന് ജോണി മാമന്റെ അടുത്ത് പറയുകയാണെ നമുക്ക് ഷോർട്ടേജാ 10 കോടി കടമൊക്കെ പിടിച്ചിട്ടില്ലേ? കിട്ടി. ജോണി മാമ ചായ കേട്ടോ. ഞാനിത് ഒരു 3 ദിവസം തിരിച്ചിട്ട്. ഓക്കെ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ മാമ, ഈ പൈസ പാസീവായിട്ട് കിട്ടാൻ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞു. ആ ട്രക്ക് ജോബ് പോയിട്ടൊന്ന് ഒരു 2 ദിവസം ഗ്രൈൻഡ് ചെയ്തിട്ട് 2 ട്രക്ക് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ സെയിം ഈ 10 CR ഇപ്പം ബ്ലാക്ക് അല്ല വൈറ്റ് ഒരു 10 CR കിട്ടും. അതായത് ഒരു 10-16 CR 2 ദിവസം കൊണ്ട് കിട്ടും. മനസ്സിലായി. എന്തായാലും സെറ്റ് ചെയ്തോണ്ട് കുറച്ച് ബിസിനസ് പ്ലാൻസ് ഞാൻ എന്തായാലും ഒരു 3-4 ദിവസത്തിനകത്ത് ഞാൻ പൈസ തിരിച്ചു തരും. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കും കൊടുക്കരുത്. ആണോ? എവിടുന്നാ പറഞ്ഞിട്ടുള്ളത്? ഞാനേ ഇവര് ഹീലിങ്സ് ഈ പുണ്ണാമോനെ ഉണ്ടാക്കി ഇട്ടല്ല ആളിയാ. ഇവ ഓമ്പിക്കോണ ആളിയാ ഇവനെ കണ്ണപ്പിക്ക് വന്നേ. വെളിവാ. കുറച്ചൊന്ന് സെറ്റ് ആക്കിയാൽ മതി കേട്ടോ. അത് പാസീവായിട്ട് പിന്നെ കിട്ടിക്കോളൂ. അത് പിന്നെ ലോറി മേടിച്ചിട്ട് ഫ്രീ ജോബ് എടുത്ത് ലെവലായല്ലേ? ലോറി അവിടെ ഞാൻ ചെല്ലുമ്പോ ഹിറ്റ്മാൻ അല്ലെങ്കിൽ മറ്റേ ഇവനുണ്ടല്ലോ പഴശ്ശി, ഇവർ രണ്ടുപേരും സ്ഥിരമാണ്. 2.5 മാസമാണ് ഇപ്പഴും ലെവല് 10. ഞാൻ ഒരുമാതിരി സമ്മതിക്കത്തില്ല. എന്നിട്ട് ഉച്ചക്ക് കയറിയപ്പോ കാറിലോ ഹലോ വെല്ലാറിലുള്ള ആരും കണ്ടോ? ഹലോ
ഇല്ല ഓക്കെ. നിങ്ങളതിന് കണ്ണാപ്പി വല്ല പൈസ വന്നിട്ടുണ്ടോ? എല്ലാരും തപ്പി നടക്കണ്ടായിരുന്നു കൊറേ മുമ്പ്. ആ ഓക്കെ 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 ശരി. ഫണ്ട് കണ്ണാപ്പി ഇങ്ങ് വരുവോ? ആ ജോണി വാ വീട്. ഓ ഞാൻ വിളിക്കാം. എനിക്കൊരു കാര്യം പറയണ്ട. ഇല്ലല്ല എനിക്ക് പറയാനുണ്ട്. കേട്ടിട്ട് പോയാ നീ. നീ മരത്തിന്റെ ചോട്ടില്ലേ കണ്ണാപ്പി അന്തണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ മാമ, ഞാൻ ഇത് ഇപ്പൊ ഇത് പറഞ്ഞെന്തിനാന്നറിയോ? നിന്റെ നല്ലതിന് വേണ്ടിട്ടാ. ഇതുപോലെ ഞാൻ പറഞ്ഞ കേട്ട് നീ എന്തോ വെച്ചാ പറഞ്ഞോ. ഇതുപോലൊരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ ടേക്കെന്ന് ഞാനും ബോബോയും കൂടെ ഒരു പരിപാടി സെറ്റ് ചെയ്ത്. അത് ആരോ ലീക്ക് ആക്കിയതല്ലേ അറിഞ്ഞത്? അല്ലല്ല ലീക്ക് ആക്കിയതല്ല, അത് എല്ലാം ലീക്ക് ആവാതെ തന്നെ എല്ലാം അറിഞ്ഞ്. വാസുണ്ട്, സരക്കണ്ണന് എല്ലാരോടും അറിഞ്ഞ്. നമ്മള് ഗ്യാങ് റെപ്യൂട്ടേഷൻ കളഞ്ഞ് ഒരു പരിപാടിയും ചെയ്ത്. മനസ്സിലായോ? റെപ്യൂട്ടേഷൻ ആണറിയാ. ഞാനൊരു കാര്യം പറയട്ടാ. നമുക്ക് നാളെ എന്തായാലും ചിലപ്പോ ഹെൽപ്പ് വേണമെങ്കിൽ അവര്, എനിക്ക് ഇന്നാളെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേരിൽ ഞാൻ ചോദിച്ചാ. ഹെൽപ്പ് പോലല്ല ഇത് തെണ്ടലാണ് നീ ചെയ്തത്. ഞാൻ തെണ്ടിയൊന്നുമില്ല. ഞാൻ അവനോട് ചോദിച്ചു ഉണ്ടോ, എക്സ്ട്രാ ആയിട്ട് ഉണ്ടോ. ഞാൻ കടമായിട്ട് ചോദിച്ചപ്പോ അവനെ അല്ലെ ഇതുപോലൊരു കടമാണ് ഞങ്ങൾ ചെയ്തത്. അല്ല ഞാൻ പറയാം, എന്തായാലും ഞാൻ പറയാം, ഇതെന്തായാലും പ്രശ്നമാവും. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഇത് തമാശല്ലേ. ഇത് പ്രശ്നമാണ്. ആവട്ടെ കണ്ണാപ്പി. എന്നാ ഓക്കെ. എവിടെ നില്ല് തമാശയായിട്ടല്ല പ്രശ്നം വെക്കുന്നത്, സീരിയസ് ആയിട്ട് പ്രശ്നം വെക്കും. കണ്ണാപ്പി നീയാ പ്രശ്നം, മനസ്സിലായോ? എന്റെ ജീവിതത്തിലെ പ്രശ്നം നീയാണ്. ബാബാ തമാശയല്ല, സീരിയസ് ആയിട്ട് ചെയ്തത്. വെയിറ്റ് ഒരു മിനിറ്റ്. പിന്നെ എല്ലാം കേക്കാം. പണ്ടൊക്കെ മാവ ഈ പാട്ടെന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറയാം. പണ്ടൊക്കെ ഈ പാട്ടിടുമ്പോ നമുക്ക് എൻജോയ്മെന്റ് ആയിരുന്നു. ചാനലിന്റെ താഴെ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ? പോവും. അല്ല അത് കുറച്ച് കഴിയുമ്പോ പോവും. അതിന് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ശരി. പൈസ വാങ്ങിച്ചില്ലേ? എടാ അത് ഞാൻ അവന്റെ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിച്ചാടാ. ആണല്ലേ? നീ കൊടുത്ത് അല്ലടാ, അവന്റെ വെക്കാൻ കൊടുത്ത പൈസ ആടാ. ഞങ്ങൾ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്ത പൈസ അവന്റെ ഇരിക്കുവായിരുന്നു, അതേ വാങ്ങിച്ചതാ ഒരുമിച്ച് ആക്കാനായിട്ട്. നീ ഊമ്പി കൊടുത്തവന് ഇങ്ങോട്ടോ. എടാ നീ എന്തിനല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ വാ. എന്റെ പൈസ ഇല്ല. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല, മനസ്സിലായി? നീ അവിടെ പോയി നീ വേറെ ഒന്നും ചെയ്ത് വെക്കല്ലേ പ്ലീസ്. നീ പറയാതിരുന്നാ മതി, ആരും അറിയാൻ പോണില്ല. ഞാനായിട്ടൊന്നും ചെയ്യത്തില്ലല്ലേ. നീ എന്നെ പണ്ട് തൊട്ട് ഓമ്പിച്ചിട്ടുണ്ട് കണ്ണാപ്പി, പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. നീ കള്ളനാ, സത്യം. ഞാനൊരു കാര്യം പറയട്ടോ. സരക്കണ്ണൻ എന്ത് വിഷമമാണെന്നറിയാ. നീ സരക്കണ്ണൻ ഇത്ര നിന്നോട് ചോദിക്കും എന്തോന്നറിയാവോ? മാമ നിന്റെ വായടഞ്ഞു എന്തോന്ന് പറയട്ടെ. നിനക്ക് പൈസ ഇല്ലെങ്കിൽ മാമ നിനക്ക് എന്നോടൊന്ന് ചോദിക്കാനല്ലോടാ. ഞാൻ നിനക്ക് തരത്തില്ലായിരുന്നു നിന്നെ രക്ഷിക്കാനായിട്ട്. നീ വേറൊരാളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടണോ നിൽക്കണം. സ്വന്തം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നതാണോ മോശം? അത് വേറൊരാളടുത്ത് ചോദിക്കുന്നതാണോ മോശം? സരക്കണ്ണൻ ചേച്ചാ നീ എന്തൊരു തെന്നിട്ടൊക്കെ കളിയാ. റിയലൈസേഷൻ ഒക്കെ അടിച്ചു പോയി തെന്നിട്ടില്ല. ഇപ്പൊ തെണ്ടാറില്ല. ഇപ്പൊ പണിയെടുത്തില്ല, പൈസ ഇല്ലല്ലേ, അത്രേ ഉള്ളു എനിക്ക് ആ മൈൻഡ് സെറ്റാ. നീ ചോദിച്ചോ ആൾക്കാരോട് ചോദിക്കുക, ഞാൻ തെണ്ടി ആണല്ലോ തെണ്ടി ഒരു മേടിച്ചെന്ന് ചോദിച്ചു നോക്ക്. തെണ്ടി തന്നെയാണ് മേടിച്ചത്.
ടെന്റ് മേടിച്ചിട്ടില്ലല്ലയാ. എടാ നീ എന്ന് ആലോചിച്ചളിയാ, സ്കാം ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ ഞാൻ പറയുന്നത്. അതും ചെയ്തിട്ടില്ലേ? സ്കാമിന്റെ മലയാളം വേണമെന്ന് പറഞ്ഞുതരോ? പറ്റിക്കിട്ട ഒരാളെ ഊമ്പിക്കുന്നു പച്ചക്ക്. ആഹാ, നീ ഊമ്പിച്ചല്ലോ ജീവിക്കണ. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. സരക്കണ്ണൻ അങ്ങനെ ചോദ്യം നിന്നോട് ചോദിച്ചാൽ നീ എന്ത് പറയലയാ? അല്ല ഇത് അറിയൂലല്ലോ സരക്കണ്ണൻ, നീ മിണ്ടാതിരുന്നാ പോരെ. അല്ല നമ്മൾ എന്താ കാണിച്ചിട്ടുണ്ട് അതൊക്കെ പറയാനിരിക്കുമോ? നീ പറയുമോ? നീ പെട്ടു പോകുമ്പോഴാണ് നീ ഓമ്പല്ല ആണോ അല്ലേ? നിന്നെ പോലുള്ള അല്ലെ ഞാൻ പറയത്തില്ല, അല്ലേ ഞാൻ പറയത്തില്ല. നീ പറയാതിരുന്നാ നീ മിണ്ടാതെ. ഞാൻ പറയത്തില്ല. പക്ഷെ സരക്കണ്ണൻ ഇത് അറിഞ്ഞു സരക്കണ്ണൻ അറിയണമെങ്കിൽ എന്നെ പറഞ്ഞോണ്ട് ശീല ഞാൻ വാങ്ങിച്ചോളാം. ഇത് എന്തൊരു പാട്ട്. അല്ലെ സരക്കണ്ണ കണ്ടുപിടിക്കണമെങ്കിൽ അറിഞ്ഞോട്ട് ശീലില്ല. എനിക്ക് അറിഞ്ഞൂടാ. അല്ലയാ സരക്കണ്ണ കണ്ടുപിടിക്കണമെങ്കിൽ ശീലില്ല. ആ ചീത്ത വിളിയോ എന്താ പക്ഷെ പറഞ്ഞോണ്ട് ഞാൻ കേട്ടോളാം. എന്റെ ഒരു കിടില ഐഡിയ ഉണ്ടോ പൈസ ഉണ്ടാക്കാനുള്ള? നിന്റെ ഐഡിയ വേണ്ട. എന്താണ് പറ, ഒന്ന് പറഞ്ഞു പറയണം. നീ പറയണം. നമ്മളല്ലേ സോഷ്യൽ സർവീസ് ചെയ്യുന്നു. എന്താണ്? എല്ലായിടത്തും പോയിട്ട് ഇല്ല ചിമ്പു എന്ന് പറഞ്ഞൊരു കുരങ്ങനുണ്ട് ഇവിടെ. അറിയാം ചന്ദ്രന്റെ കൂടെ നടക്കണ. ആ പുള്ളിയെ കൊണ്ട് കാട്ടിയിരുത്തുന്നു. അതാണോ? ഞാൻ സൈഡിൽ നിന്ന് ലൈവ് ഇടുന്നു. എന്നിട്ട് നീ ഒരു പഴമായിട്ട് ആ കുരങ്ങിന് പോയിട്ട് പഴം കൊടുക്കുന്നു. പ്രവർത്തകരുടെ ബീജം കിട്ടി. എന്നിട്ട് നീ ആ കുരങ്ങിന്റെ അടുത്ത് 2 സെന്റ് വാക്ക് അളിയാ പൈസ ഡൊണേഷൻ വന്നോണ്ടേയിരിക്കും. നമുക്ക് കാര്യമായിട്ട് പറഞ്ഞ ഡൊണേഷൻ ആയിട്ട് പഴം അളിയാ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ചിമ്പുവിനോട് പോയി തപ്പാനാണ്. പുറകെ കൂടെ നടക്കുന്നത് ചിമ്പു. ആ ചിമ്പു എവിടാ? ആ കണ്ട്. പൂച്ച എന്നെ ചെയ്യാണ്. ചിമ്പു അല്ല അത് വേറെ. നീ ട്രക്ക് ജോബ് കഴിഞ്ഞാ? അല്ലെ ചിമ്പു ഇല്ലേ എന്താ അളിയാ? ചിമ്പു ഇല്ലേ എന്താണ്? നീ ഒന്ന് കുരങ്ങന്റെ വേഷം ഇടുവോ? അളിയാ ഇതാരാണിത്? അല്ല ബ്രോ ഒരു കുരങ്ങന്റെ വേഷം ഇടാവോ? ഓ സത്യം. അല്ല ബ്രോ ഹലോ. അല്ല ബ്രോ കുരങ്ങന്റെ വേഷം ഇടാവോ? ഹലോ ഞാൻ ഇടാൻ പോവാ. എന്നെ വിളിക്കല്ലേ? അവനെ വെച്ച് എന്നെ കണ്ടില്ല. ചിമ്പു ഇല്ല പിന്നെ ഒരു ഊമ്പനാക്കി മാറ്റട്ടെ. വണ്ടി ഇറങ്ങണേ. വണ്ടി ഇറങ്ങണേ. അടവൊക്കെ നമ്മള് കൊറേ കണ്ടതാ. അടവൊക്കെ നമ്മള് കൊറേ കണ്ടതാ. ഒഴിയടാ മാമ ഒഴിയടാ. ഒഴിയടാ. താഴെ എല്ലാം ഒഴി. താഴെ ഒഴിച്ചാലേ കത്തിക്കാൻ പറ്റില്ല. സ്നൈപ്പ് വന്ന നേരത്തെ ഇരുന്ന പാതി പെട്രോളാണ് പൈസ കഴിഞ്ഞാൽ. ഇനി പൈസ ഇല്ല. അല്ല ഒരു മിനിറ്റ് ഒരു പ്രശ്നമുണ്ടേ. എനിക്ക് ആർക്കാണ് വട്ടം പിടിക്കേണ്ട വരണ ചോദിച്ചേ? അതാണ് ചോദിക്കേ. ഇത് ബെസ്റ്റിലായിരുന്ന ഒന്നോളിയാ. ഇല്ല എന്റെ ഉണ്ട് എന്റെ സാധനമൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യും. രണ്ടെണ്ണം ഉണ്ട്. അതെന്താ കളി? നമുക്കൊരു വിലയില്ലേ സിറ്റിയില്? നമ്മൾ പെട്രോളല്ലേ ചോദിച്ചത്? ഒരു കാര്യം പറട്ടാ, അവന്റെ വണ്ടിയിൽ എന്തായാലും പെട്രോൾ ഉണ്ട്. പോയി നൈസിൽ പോയി കത്തിച്ചിങ് വന്നാലോ? ഇത് മതി വാ. അല്ല എന്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് സേവ് ചെയ്തോ മതി. ആ വണ്ടിയിലാണോ ചോദിച്ചോ? ഹലോ പഴശ്ശിയാണോ? രണ്ടുപേരും എങ്ങോട്ടാ?
നമ്മള് ഇങ്ങനെ നോക്കി നടക്കുക. ഓ ഞാൻ വെച്ചിട്ടാ മേടാ പണിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മള് ഈ സേവയാണ് എവിടെയാ